സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാവാതെ KSEB. വരും ദിവസങ്ങളിലും വൈദ്യുതി നിയന്ത്രണം തുടർന്നേക്കും. നിലവിൽ വിവിധ മാർഗങ്ങളിലൂടെ വൈദ്യുതി വാങ്ങുന്നുണ്ടെങ്കിലും പീക്ക് ടൈം ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള വൈദ്യുതി ലഭിച്ചിട്ടില്ല. അതിനിടെ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനം KSEB വൈകിപ്പിച്ചതിന് പിന്നിൽ ദുരൂഹത ബലപ്പെടുകയാണ്. റിപ്പോർട്ടറാണ് ഇന്നലെ രേഖകൾ സഹിതം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, ഇപ്പോൾ തന്നെയുള്ള പവർ കട്ടിൽ ജനം കൂടുതൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഓരോ ദിവസവും. ഇതിപ്പോൾ KSEBക്ക് ഒരു കൃത്യമായ പ്ലാൻ ഇല്ല എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു കരാർ ഉണ്ടാകുമെന്ന് കരുതുന്നിടത്തൊക്കെ പിന്നെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റോഷ്നി, സുധി, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ KSEBയിലെ പ്രതിസന്ധി തുടരുകയാണ്. എന്തായാലും മുൻപുള്ള ഒരു പ്രതിസന്ധി ഇല്ല എന്ന് കരുതേണ്ടി വരും. കാരണം 200 മെഗാവാട്ട് വാങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് KSEBയിലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ആ പ്രതിസന്ധി മറികടക്കാൻ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനാണ് കൃത്യമായ മറുപടി തരാൻ KSEBക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിനോ കഴിയാത്തത് എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ഇന്നലെ പുറത്തുവിട്ടൊരു വാർത്തയുണ്ടായിരുന്നു, നേരത്തെ റോഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ. അതായത് ജൂൺ 15-നാണ് ഈ വർഷത്തെ വൈദ്യുതി പ്രതിസന്ധിയുടെ ഭാഗമായുള്ള ടെൻഡർ വിളിക്കുന്നത്. അതായത് പുതിയ വൈദ്യുതി 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങിക്കുന്നതിന് വേണ്ടി ജൂൺ 15-ന് ടെൻഡർ വിളിക്കുന്നു. ജൂൺ 30-ന് ടെൻഡർ പൊട്ടിക്കുന്നു. അതിനുശേഷം 5.98 കോട്ട് ചെയ്ത 2 കമ്പനിയെ തെരഞ്ഞെടുക്കുന്നു. അവരുമായി നെഗോഷിയേറ്റ് ചെയ്യുന്നു. 5.96 രൂപയ്ക്ക് ആ 2 കമ്പനിയെ തെരഞ്ഞെടുക്കുന്നത് അപ്പോഴേക്ക് ദിവസം ജൂലൈ 2 പക്ഷേ ആ കാര്യത്തിൽ ജൂലൈ 2-ന് ആ തീരുമാനമെടുത്തിട്ട് കൂടി അന്തിമ അനുമതി നൽകേണ്ടത് റെഗുലേറ്ററി അതോറിറ്റിയാണ്. റെഗുലേറ്ററി അതോറിറ്റിയെ ഇത് അറിയിച്ചില്ല എന്നുള്ളതാണ് ഗുരുതരമായ ഒരു കാര്യം. 2 ആഴ്ച ഇത് KSEB പൂഴ്ത്തിവെക്കുകയും ചെയ്തു. അത് ഇക്കാര്യം റെഗുലേറ്ററി കമ്മീഷൻ അവരുടെ യോഗത്തിൽ അവരുടെ ഉത്തരവിൽ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. 2 ആഴ്ച എന്തുകൊണ്ടാണ് പൂഴ്ത്തിവെച്ചത് എന്നത് സംബന്ധിച്ച്. ഈ 2 ആഴ്ച കാലം കേരളം ഇരുട്ടിലായിരുന്നു എന്നുള്ളതാണ് ഗുരുതരമായ ഒരു കാര്യം. അതിന്റെ ദുരൂഹത തുടരുകയാണ്. എന്തുകൊണ്ടാണ് 2 ആഴ്ച വൈകിപ്പിച്ചത് എന്ന ചോദ്യത്തിന് മറുപടിയില്ല. മാത്രമല്ല, അദാനി അടക്കമുള്ള 2 കമ്പനികൾക്കാണ് പിന്നീട് വലിയ വിലയിൽ ഈ പറയുന്ന ടെൻഡർ കിട്ടുകയും ചെയ്തത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പ്രതിസന്ധി ഒഴിയുന്നില്ല. എന്തായാലും 200 മെഗാവാട്ട് കിട്ടിയാലും മതിയാകാത്ത ഒരു സ്ഥിതി സംസ്ഥാനത്തിനുണ്ട്. അതേസമയം തന്നെ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട് കർണാടക, ഹിമാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ അധികം വൈദ്യുതിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കവും കാര്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ശ്രുതി, റോഷ്നി. ശരി, TV പ്രസാദാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.